ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിന്ന് കാറ്ററിംഗ് ഉണ്ട് കേട്ടോ. കാറ്ററിംഗ് വൈകുന്നേരമാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം വീഡിയോ ചുരുക്കിയിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കട്ടോ. അപ്പോൾ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് പുട്ടാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും ബാബുവിനൊക്കെ പുട്ട്, അരിപ്പുട്ട്, അത് പച്ചരി പൊടി കൊണ്ടുള്ള പുട്ടിന് നനച്ച് വെച്ചിട്ടുണ്ട്. എനിക്കും ഉമ്മാക്കും ചെമ്പാവൂട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഷുഗർ അല്ലേ. അപ്പം ഒക്കെ പൊതിർത്തി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട്. അപ്പോൾ അതൊന്ന് കുതിർന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇനി കറി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറി ഞാൻ കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്നലെ ചുമപ്പ് കടലയാണ്, ഇന്നിപ്പോൾ വെള്ളക്കടലയാണ് കേട്ടോ. ഈ കടലയും ചെറുപയറൊക്കെ കറി ഉണ്ടാക്കാനുണ്ടെങ്കിൽ സുഖമാണ്. മറ്റേത് ഇതിക്കൊന്നും ഇപ്പോൾ ചട്നിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പുട്ടുക്ക് കടല തന്നെയല്ലേ കോമ്പിനേഷന്, കടല അല്ലെങ്കിൽ ചെറുപയർ കറിയോ, അങ്ങനെയാണ് ഇവിടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ കടലൊക്കെ കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തു. അതിക്കിടാനുള്ള സവാളയും തക്കാളിയും കിഴങ്ങ് കട്ട് ചെയ്തതും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തു. മസാലപ്പൊടികളും ഇട്ട് കൊടുത്തു. ഉപ്പൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഇനി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വെന്ത് കിട്ടിക്കോളും. സ്റ്റൗമ്മ കൊണ്ടുപോയി വെക്കാം. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഞാൻ രാവിലെ അടുപ്പ് കത്തിക്കാൻ പോയിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയൊക്കെ ആകുമ്പോൾ പെട്ടെന്നുണ്ട്. പുട്ടാകുമ്പോൾ എളുപ്പത്തിൽ കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ കുറച്ച് അധികം തന്നെ ചിരവി വെച്ചിട്ടുണ്ട്. പുട്ടും നമുക്ക് കുറച്ചധികം വേണം, അതേപോലെ തന്നെ കറിക്കും വേണം തേങ്ങ. അപ്പോൾ ആരോ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിനി തേങ്ങ ഇല്ലാത്ത പരിപാടിയില്ലല്ലേ. തേങ്ങ എപ്പോഴും അങ്ങനെ തേങ്ങ അരച്ച തന്നെ ഉണ്ടാക്കലൊന്നുമില്ല. ബാബു ഇവിടെ ഉണ്ടാകുമ്പോൾ അധികം തേങ്ങ അരച്ച തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ബാബുവിനാണെങ്കിൽ തേങ്ങ അരച്ച കറിയേ പറ്റുള്ളൂ. കുട്ടികൾക്കൊക്കെ ഈ താളിപ്പ് അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിക്ക് എന്തായാലും തേങ്ങ അരക്കണം കറിക്ക്. അപ്പോൾ ഇതാ പുട്ടുകുറ്റിയൊക്കെ തേങ്ങയും പൊടിയൊക്കെ നിറച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുട്ടുകുറ്റിയും പുട്ടിൻ്റെ തൂക്കും ഇൻഡസ് വാലിയത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി. ഞാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. കമൻറ്റ് ബോക്സിലൊക്കെ കൂടെ പിൻ ചെയ്ത് വെക്കാൻ കഴിയൂലല്ലോ. നമ്മളിപ്പോൾ കടലക്കറി ഉണ്ടാക്കിയ കുക്കറും അതേപോലെ പുട്ടുണ്ടാക്കിയ പാത്രം ഒക്കെ ഇൻഡസ് വാലിയത്തെ പ്രോഡക്റ്റ് തന്നെയാണ്. നല്ല പ്രോഡക്റ്റുകളാണ് കേട്ടോ. നിങ്ങൾ ഡെയിലി വീഡിയോ കാണുന്നതല്ലേ. പിന്നെ വാങ്ങുമ്പം റസീന എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. 12% ഡിസ്കൗണ്ട് കിട്ടും. അങ്ങനെ പുട്ടിനൊക്കെ ആവി കയറ്റാൻ വെച്ചിനി. പുട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ പുട്ടിന് ആവി വരും. അതേപോലെ ഇതിന് ഹാൻഡിലൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അത് എടുക്കുമ്പം കൈ പൊള്ളൊന്നുമില്ല. എൻ്റെ അടുത്ത് ആദ്യം ഉണ്ടായതിന് പുട്ടുകുറ്റിക്ക് ഇതേപോലെ കൈയില്ല. അപ്പം ഞാൻ സോക്സൊക്കെ ഇട്ട് കൊടുത്താണ്ടാണ് കേട്ടോ പുട്ട് ചുട്ടെടുത്തിനത്. ഇപ്പോൾ ഇത് കിട്ടിയപ്പോൾ സുഖമാണ്, കൈ പൊള്ളേ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ഇവിടെ പുട്ടൊക്കെ ചുട്ടെടുത്തു. അപ്പോൾ വാഴൻ്റെലിയിൽ തന്നെയാണ് കേട്ടോ ഒന്നും പുട്ട് കുത്തി കൊടുത്തിട്ടുള്ളത്. വാഴൻ്റെലിയിൽ കാണുമ്പോൾ ഒരു രസമല്ലേ. അങ്ങനെ എനിക്കും ഉമ്മാക്കുള്ള പുട്ടും കുട്ടികൾക്കുള്ള പുട്ടൊക്കെ ഞാൻ ചുട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറിയും ആയിട്ടുണ്ട് കേട്ടോ. കടല വെന്തിട്ടുണ്ടായിനും. അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങ അരച്ച് അരപ്പ് ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് കടല ഇതിൽ നിന്ന് എടുത്തിട്ട് അരച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് വറവിട്ടെടുക്കുകയാണ്. ചെറിയ ഉള്ളി തൂമിച്ചാണ്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ റെഡിയായി. പിന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാണ്ട്. മുറ്റൊക്കെ നല്ലോണം പുല്ലായിരിക്കണം കേട്ടോ. അതിനിപ്പം ഒരു ദിവസം അതിനായിട്ട് നിൽക്കണം. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ടൈമില്ല. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അല്ലാതെ തന്നെ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് നിൽക്കണം. അപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മക്കൾ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്തു കൊടുക്കട്ടെ. അനിയത്തിക്കുട്ടിയും ഉമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ ഹോൾക്ക് പുട്ടിനോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ നമ്മൾ അനിയത്തിക്കുട്ടിക്ക്. പക്ഷേ കടലക്കറിയൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ കഴിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ അത് വിട്ടുപോവുകയും ചെയ്ത്. പുട്ടും പഴമാണെങ്കിൽ ഓൾക്ക് ഇഷ്ടമാണ്, അല്ലാതെ കറിനോട് വലിയൊരു ഇഷ്ടമല്ല. അപ്പോൾ ഉമ്മ വാരി കൊടുക്കുകയാണെങ്കിൽ തിന്നു കേട്ടോ. അപ്പം ഉമ്മ വാരി കൊടുത്തോണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഓൾക്ക് പുട്ടും ചായയൊക്കെ എടുത്തു കൊടുത്തു. അതേപോലെ ഉമ്മാക്ക് ചെമ്പാ പുട്ടാണ് കേട്ടോ. അങ്ങനെ അതും കടലക്കറിയൊക്കെ ഉമ്മാക്കും കൊടുത്തു. പിന്നെ ഉമ്മാക്ക് കാലുവേദനയാണ്. ഇപ്പോൾ ഈ എല്ല് തേയ്മാനം ഉണ്ടല്ലോ, അതാണ്. അപ്പോൾ നമ്മളെ കിച്ചണാണെങ്കിൽ താഴെയല്ലേ.
അപ്പം എന്താ ഉമ്മാക്ക് മേലേക്ക് കൊണ്ടുപോയി കൊടുക്കല കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പം ഉമ്മാനെ എന്താ കാണാത്തെന്ന് ചോദിക്കും നിങ്ങൾ, അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് കേട്ടോ. സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇറങ്ങണത് നല്ലതല്ലല്ലോ, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കാണ് കാലിന്. എന്നാലും എപ്പോഴെങ്കിലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി വരും. എന്നാലും നിങ്ങൾ ഇറങ്ങണ്ട, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്നേരം ഇറങ്ങാണ്ട് കുട്ടികൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. ചിലപ്പോൾ ഞാനും അവിടെ പോയി മനിരുത്തിരുന്ന് കണ്ട് തന്നെയാണ് കേട്ടോ കഴിക്കൽ. ഇന്നിപ്പോൾ മക്കളെല്ലാവരും ഇവിടെ ഉണ്ടായപ്പം പിന്നെ അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ ഇതാ റിച്ചുമോൻ ഇവിടെ, ഞാൻ മുറ്റടിച്ച് തരാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഓൻ്റെ മീനിൻ്റെ വെള്ളം മാറ്റുന്നുണ്ട്. അപ്പോൾ മീനിനെ കാണിച്ചു തരികയാണ് കേട്ടോ എനിക്ക്. ഇതിനെ കൊണ്ടുവന്നപ്പോൾ ഇത്ര വലിപ്പമൊന്നുമില്ല കേട്ടോ, ചെറുതേനും ഇപ്പോൾ വലുതായിക്കണ്. എങ്ങനെ വലുതാവാതൊക്കെ ഫ്രിഡ്ജ് തുറക്കും, ഫ്രിഡ്ജിൽ ചിക്കനോ ബീഫോ മീനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് അങ്ങനെ ഓരോ പീസ് എടുത്തുകൊണ്ടൊന്ന് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ നല്ല ഫുഡ് അടിയാണോ ഓല്, അപ്പോൾ അതുകൊണ്ടാവും നല്ലോണം വലുതായും ചെയ്തിക്കണം കേട്ടോ. ഇതാ കണ്ടില്ലേ, കുറേ ഉണ്ട് കേട്ടോ, ഒക്കെ വേറെ വേറെ ഡ്രമ്മിലാണ് ഇട്ടുകണത്. പിന്നെ ഒരു 2 ഡ്രമ്മിൽ ഇതേപോലെ വലിയ മീനുണ്ട്, പിന്നെ ബക്കറ്റിലും പിന്നെ ഓടുകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയൊരു കുളം പോലെ ഉണ്ട്, അതിൻ്റെ ആങ്ങള ഉണ്ടാക്കി കൊടുത്താ കേട്ടോ. അപ്പോൾ ഞങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്താണ്. ഓനക്ക് വീഡിയോയിൽ വരുന്നത് ഇപ്പോൾ ഭയങ്കര മടിയാട്ടോ, എന്നെ കാണിക്കണ്ട പറയും. എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവും. ഞാനിനിയിപ്പോൾ കാറ്ററിംഗ് ഒക്കെ ഉണ്ടെങ്കിലും രാത്രിയിലൊക്കെ ഉള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എൻ്റെ ഒപ്പം ഉണ്ടാവും കേട്ടോ. പെൺകുട്ടികൾ ഒപ്പം ഉണ്ടാവില്ല എന്നല്ല, ഓനെല്ലാത്തിനും കൂടി തരും. പക്ഷേ ഓന് ഞാൻ ഉറക്കൊഴിച്ചൊക്കെ പണിയെടുക്കുകയാണെങ്കിൽ അപ്പോഴൊക്കെ എൻ്റെ ഒപ്പം ഉണ്ടാവും. ഞാൻ പോയി കടന്നോ പറഞ്ഞാലും അവൻ കിടക്കൂല. പിന്നെ അങ്ങനെയാണ് കിച്ചണിൽ ചുരുണ്ടുകൂടി അങ്ങനെ അവിടെ കിടക്കും. പിന്നെ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവനെ വിളിച്ചുകൊണ്ട് അങ്ങനെ ബെഡിൽ കൊണ്ടുപോയി കിടത്തലാണ്. അങ്ങനെ എപ്പോഴൊക്കെ നല്ല സ്നേഹമാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും അവനോട് പറയും, ഞാൻ നോമ്പ് പോയിട്ടുണ്ടായതാണ് ഈ എന്നൊക്കെ പറയും. ഞാൻ ഈ മുഹറം മാസത്തിൽ മുഹറം 1 മുതൽ 10 വരെ ഞാൻ നോമ്പ് വെക്കാൻ നേർച്ചത്. എനിക്കൊരു ആൺകുട്ടി ഉണ്ടാവാൻ അത്രയ്ക്ക് പൂതിയാണ് കേട്ടോ. അങ്ങനെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കൂലേ. പിന്നെ ഞാൻ വന്നാണ്ട് അടുപ്പൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് അപ്പം തന്നെ അരി ഇട്ട് കൊടുത്തിന് കേട്ടോ. പിന്നെ വേവുള്ള അരിയാണ്, അപ്പം പിന്നെ 2 നേരത്തിനും കൂടെ ഉള്ളത് ഇട്ടേക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ടാണ് ചോറ് അടുപ്പത്തിട്ടത്. അപ്പോൾ ഇത് സ്കൂളില്ലാത്ത അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചോറിൽ വെള്ളമൊന്നുമില്ല ഇനി, അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പിന്നെ ഞാൻ ചോറിന് കറി ഉണ്ടാക്കാൻ ഫ്രിഡ്ജിൽ ഒരു വെള്ളരിക്ക കഷ്ണം, ഒരു കുമ്പളങ്ങ കഷ്ണം അങ്ങനെയൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതൊക്കെ ആണ് ചിലവാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതിങ്ങനെ ഓരോ പീസ് എടുത്ത് വെച്ചാൽ ഒരു പീസ് ഇട്ടാണ്ട് കറി ഉണ്ടാക്കാനായിട്ട് ഉണ്ടാവില്ല. സാമ്പാറൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ പരിപ്പും ആ വെള്ളരിക്കയും കുമ്പളങ്ങയൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ കറിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പരിപ്പ് കഴുകി കുക്കർക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ആ കുമ്പളങ്ങയും അതേപോലെ വെള്ളരിക്കൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. തക്കാളി, പച്ചമുളക്, അതേപോലെ ചെറിയൊരു സവാള, അപ്പോൾ അതൊക്കെ അതിക്ക് ഇട്ട് കൊടുത്തു. ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. എരിവിന് പച്ചമുളകാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് നമ്മളിത് തൂമിച്ചെടുക്കുമ്പം ആ ഒരു എണ്ണയ്ക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കും. അപ്പോൾ കറി കാണാൻ നല്ല ഭംഗിയേക്കാരം കേട്ടോ. അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവട്ടെ. പിന്നെ ഇന്ന് മീൻ കിട്ടിയത് മത്തിയാണ് കേട്ടോ, ചെറിയ മത്തിയാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ ഇത് നന്നാക്കട്ടെ കേട്ടോ പോയാണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് പുറത്ത് കൊണ്ടുപോയാണ്ട് മത്തിമീൻ നന്നാക്കി. ഇപ്പോൾ മത്തിമീൻ കൊണ്ടുവന്നിട്ട് കുറേ അയക്കണ്. അങ്ങനെ മീനൊക്കെ വേഗം നന്നാക്കി എടുത്തു. അതും വാഴൻ്റെലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വാഴൻ്റെല പിന്നെ നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വാഴൻ്റെലയിൽ കാണിക്കുന്നത്. ഈ 1000 തൂമ്പൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ കുറേ വാഴ അങ്ങനെ വേസ്റ്റുള്ള വാഴകളുണ്ട്. അപ്പോൾ അതിന്മേൽ ഇല എടുത്താണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യൽ. അങ്ങനെ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നു. അപ്പോഴത്തേന് ഇതാ നമ്മളെ കറിയൊക്കെ ആയിട്ടുണ്ടായിന് കേട്ടോ. ഒരു 2-3 വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തേന്. അപ്പോൾ പ്രഷറൊക്കെ പോയപ്പോൾ തുറന്നു നോക്കി. അപ്പോൾ കറി വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ തേങ്ങ അരച്ച അരപ്പും ഞാൻ ഒഴിച്ചു കൊടുത്തു. വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, അതിക്ക് ജീരകം ഒന്നും ഇട്ടിട്ടില്ല. തേങ്ങ അങ്ങനെ തന്നെ പച്ചത്തേങ്ങ മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ. പിന്നെ ഇനി അത് തൂമിച്ചെടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് ചോറ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അടുപ്പിൽ നമുക്ക് ഈ ഒരു മീനും കൊണ്ട് കൂട്ടാണ്ടാക്കിയാൽ അതും കഴിയാമല്ലോ. അപ്പോൾ ഞാൻ ഈ ചട്ടിക്ക് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഓയിലോ എന്തായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ആകുമ്പം ആ നാടൻ ടേസ്റ്റ് ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആട്ടോ വെളിച്ചെണ്ണ ആകുമ്പം. ഇനിയിപ്പം നിങ്ങളേതോ എണ്ണയാണ് യൂസ് ചെയ്യൽ ചേർത്തുകൊണ്ട് അതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേറെ എണ്ണ ഒഴിക്കണമെങ്കിൽ എണ്ണ ഒഴിക്കുക, വെള്ളം കൂട്ടണില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് വെള്ളം കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അത് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിൽ നല്ല കനലും ഉണ്ട്. അപ്പോൾ ചോറും അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ അതിങ്ങനെ തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നന്നാക്കി വെച്ച മീനുണ്ടല്ലോ, മീൻ നമുക്കിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട് ആ എണ്ണയിലും ഇതിലൊക്കെ കടന്നിട്ട്.
അപ്പോൾ തീ വല്ലാതെ കത്തിക്കണ്ട കേട്ടോ. നമ്മൾ അടുപ്പിൽ നല്ല കനലുണ്ട്, ചോറ് വെന്തതുകൊണ്ടേ അത്യാവശ്യം നല്ല കനലുണ്ട്. അപ്പോൾ ചെറിയൊരു ചുള്ളി വിറക് മാത്രമേ ഞാൻ കത്തിച്ചിട്ടുള്ളൂ. അങ്ങനെ മീനൊക്കെ നിരത്തി വെച്ച് കൊടുത്തു. പിന്നെ ആ മീനിൻ്റെ പനഞ്ഞി ഉണ്ടേനി അതും അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുള്ള കുറച്ച് അതും അതിൻ്റെ മേലെ കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് പുളിവെള്ളമാണ്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കറുത്ത പുളിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളറ്. ഇപ്രാവശ്യം വാങ്ങിച്ച പുളി അങ്ങനെ ഒരു കറുത്ത കളറാണ്. ഇതിക്ക് കുടംപുളിനെക്കാട്ടിലും ടേസ്റ്റ് വാളംപുളി തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ അങ്ങനെ അടച്ച് വെച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കി. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ തിളക്കണ കണ്ടില്ലേ. പിന്നെ അധികം വെള്ളമൊന്നും ഇല്ലല്ലോ, കുറച്ച് വെള്ളമൊക്കെ മീനൊന്നും ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ ഇതൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. എളുപ്പം വേവ് കേട്ടോ, മത്തിയല്ലേ. അപ്പോൾ അതേപോലെ ഞാൻ ഒക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മസാല ഒന്നും ആവാത്ത ഭാഗത്തൊക്കെ ആ സ്പൂൺ കൊണ്ടൊന്നിങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മസാലയൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ട്. തീയൊന്നും കത്തിച്ചിട്ടില്ല, അതിൽ അത്യാവശ്യം കനലുണ്ട്. അപ്പോൾ ആ കനലുമ്മൽ അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് കറിയൊക്കെ തൂമിച്ചെടുത്തു. കറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കറി കടുക് വറുത്തെടുത്തേക്കാം കേട്ടോ. ചെറിയ ഉള്ളി അരിയാൻ നേരല്ലേനും. പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചാണ്ടേക്ക് വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ചൂടുള്ള എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തീനി കേട്ടോ. അപ്പോൾ കണ്ടോ കറി നല്ല കളറില്ല കാണാൻ. അപ്പോൾ അങ്ങനെ കറി സെറ്റായി. അപ്പോൾ അത് അടച്ച് വെച്ചു. പിന്നെ അതാ മീനും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കുറച്ച് അതാ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പിന്നെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഉപ്പും പുളിയും ഒക്കെ പാകമാവണം, എന്നാലേ ടേസ്റ്റും ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്ത ഉപ്പും മുളകും ഒക്കെ പാകേനി കേട്ടോ, പുളിയും ഒക്കെ പാകമാണ്. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് ഇതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് കറുത്ത കളറാവും. പിന്നെ നമ്മൾ പുളിയും കൂടെ ചേർത്തതല്ലേ, അപ്പോൾ ഏറെ കറുത്ത നിറം വരും കേട്ടോ. വേഗം നിറം മാറും. കുറച്ച് നേരം ഒന്നും വെച്ച് വിചാരിച്ചിട്ട് കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേന് കളറ് മാറി വരും. അപ്പോൾ ഞാനത് എണ്ണയിൽ നിന്ന് ആ ചട്ടിയിൽ നിന്ന് മാറ്റി കൊടുത്തുട്ടോ. പിന്നെ കറിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് ഇനി കഴുകാൻ, അതൊക്കെ കഴുകി വെച്ച്. അതേപോലെ കുറച്ച് തുണികളുണ്ട് ഇനി അലക്കാൻ, അതൊക്കെ അലക്കി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നേരം ഒരുപാട് അയക്കണം കേട്ടോ, 1:30 അയക്കണ സമയം. അപ്പോൾ എല്ലാവർക്കും പിന്നെ ചോറൊക്കെ വിളമ്പി കൊടുത്തു എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ട്. പിന്നെ ഇനി നമുക്ക് റെസ്റ്റ് എടുക്കാനൊന്നും ടൈമില്ല. പിന്നെ അന്ന് ഇടാനുള്ള വീഡിയോ റെഡിയാക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വൈകുന്നേരം കാറ്ററിംഗ് ഉണ്ട് എന്നുള്ളത്, അപ്പോൾ അതിൻ്റെ കാര്യത്തിന് നിൽക്കണം. അങ്ങനെ ചോറൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും കിച്ചണിക്ക് വന്നു കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയും ഓൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, കാറ്ററിംഗ് ഉണ്ട്, പിന്നെ ഹോം ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം എല്ലാത്തും നോക്ക് പൈസ ഇട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ എന്നോട് തന്നെ പറയലുണ്ട്. അപ്പം എന്താ വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം എന്താ പറയുക, എല്ലാവരും ഉറങ്ങുന്ന സമയത്തും എനിക്ക് പണി തന്നെ ഇക്കാരം. അങ്ങനെ റെസ്റ്റ് എടുക്കാനൊന്നും ചില സമയത്ത് ഒന്നിനും കൂടലില്ല കേട്ടോ. പിന്നെ പറഞ്ഞാൽ എടുക്കുന്ന പണി ഞാൻ നീറ്റായിട്ട് എടുക്കുകയും ചെയ്യും. അത് അവിടെ ഇവിടെ അലങ്കോലപ്പെടുത്ത് അങ്ങനെയൊന്നും ചെയ്യൂല. എടുക്കുന്ന പണി നല്ല വൃത്തിക്ക് എടുക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം ഞാൻ കിച്ചണിൽ വന്നിട്ട് ഈത്തപ്പഴം കട്ട് ചെയ്തുകൊണ്ട് കഴുകി വെച്ചിട്ടുണ്ട് അച്ചാർ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ബിരിയാണിൻ്റെ കൂടെ കൊടുക്കാൻ അച്ചാറില്ലേനി. അപ്പോൾ ഈത്തപ്പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചോ. കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ടേനി. അപ്പോൾ ചിക്കനും കഴുകി വെച്ച് ആ വെള്ളമൊക്കെ ചോർന്നതിന് ശേഷം മസാലയും തേച്ച് വെച്ചിട്ടോ ചിക്കനിൽ. ഇനിയിപ്പം ഈത്തപ്പഴച്ചാർ ഇടാണ്. ഈത്തപ്പഴച്ചാറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടാം, അതല്ലെങ്കിൽ നമ്മളെ മറ്റേ ചാനലിൽ ഇടാം കേട്ടോ. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു അപ്പത്തിൻ്റെ റെസിപ്പി അപ്പത്തിൻ്റെ റെസിപ്പി അല്ല, അപ്പം ഞാൻ ഉണ്ടാക്കിയത് കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ നമ്മളെ സെക്കൻഡ് ചാനലിൽ എൻ്റെ റെസിപ്പി ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ടോ. പിന്നെ ഇപ്പം ചിക്കനിൽ മസാലയൊക്കെ നമ്മൾ തേച്ച് വെച്ചല്ലോ, അപ്പോൾ ഒരു 10-15 മിനിറ്റെങ്കിലും കഴിയട്ടെ, എന്നിട്ട് വേണം അത് പിന്നെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ. അങ്ങനെ വന്ന് നമ്മൾ അടുപ്പൊക്കെ കത്തിച്ച് ഇതാ ഞാൻ ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിൽ ആണ് കേട്ടോ അത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഇന്നത്തെ ബിരിയാണി നമുക്ക് 7 കിലോ ചിക്കനും അതേപോലെ തന്നെ 5 കിലോ അരിയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് 35 പേർക്കുള്ള ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ഇതേപോലെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ മസാല ഒരു 1 കിലോനോ 2 കിലോനൊക്കെ അധികം എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലോണം വിളമ്പിട്ട് കൊടുക്കാനുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ സെയിം ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 4 കിലോ ചിക്കനും 4 കിലോ റൈസും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രക്ക് അങ്ങോട്ട് ഇപ്പോൾ ചിലപ്പം കുറച്ച് ചോറൊക്കെ ബാക്കിയായി കഴിഞ്ഞാൽ മസാല ഉണ്ടാവില്ല. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ 2 കിലോ ചിക്കൻ അധികം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവർക്ക് 7 കിലോ ചിക്കനാട്ടോ കൊടുത്തിരുന്നത്, 5 കിലോ റൈസും. പിന്നെ എന്നോട് ഇന്നലെ നമ്മളൊരു സബ്സ്ക്രൈബറാണ്, കൊല്ലത്തില്ലതാണ് കേട്ടോ, പിന്നെ പേരൊന്നും ഞാൻ പറയണില്ല.
അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഹസ്ബൻഡായിട്ട് നല്ല ഒരു സുഖത്തിലല്ല കഴിയണത് എന്നൊക്കെ പറഞ്ഞു. പിന്നെ മക്കളുണ്ട്, അപ്പോൾ എന്തെങ്കിലും ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിനി അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, അത് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മക്കളെ കാര്യക്കാരും കഷ്ടത്തിലാവുക. അപ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. നമ്മളെ പഠിച്ചപ്പം എന്തെങ്കിലും ഒരു വഴി പഠിച്ചോൻ കണ്ടിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നെഗറ്റീവ് അവിടെ വെച്ചിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഹസ്ബൻഡ് ഒരു കൂടെ ഉണ്ട്. ഹസ്ബൻഡ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേ ചോദിച്ചാൽ ഇല്ല, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എല്ലാം അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ. ഞാനിപ്പോൾ ഈ കാറ്ററിംഗ് ഒക്കെ തുടങ്ങി, എനിക്കൊന്നും അറിയില്ല. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഒരു ഇത് വേണം കേട്ടോ. നമ്മൾ എന്ത് പണിയാണോ എടുക്കുന്നത് ആ പണി ഇഷ്ടപ്പെട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിജയിക്കും, ആ കാര്യം ഉറപ്പാണ്. പിന്നെ എന്നാൽ നല്ലോണം കഷ്ടപ്പെടണം എന്നെങ്കിൽ തന്നെ ഉള്ളൂ കുറച്ച് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനുള്ള ഏണിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ യൂട്യൂബിലാണെങ്കിലും അതേപോലെ ഇനിയിപ്പോൾ കാറ്ററിംഗ് വർക്കൊക്കെ തുടങ്ങിയേക്കാണെങ്കിലും ആദ്യമൊക്കെ നമുക്ക് ഓർഡർ കുറവാകും. പിന്നെ അങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങും. നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ആൾക്കാർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ ഓരോ വീട്ടിലും പിന്നെ കുടുംബത്തിലൊക്കെ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ഓർക്ക് കൊടുത്താൽ മതി ഓർഡർ. ഉണ്ടാക്കുന്ന ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ നമുക്ക് ഓർഡർ കിട്ടി തുടങ്ങിക്കോളും. അപ്പോൾ ഞാൻ എങ്ങനെ ഓർഡർ എടുക്കലെന്നൊക്കെ ചോദിച്ചിന്. ഞാൻ ഓർഡർ എടുക്കലെന്ന് പറഞ്ഞാൽ ഞാനായിട്ട് അങ്ങനെ ഓർഡർ എടുക്കലൊന്നുമില്ല. എന്നോട് ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഇന്ന ദിവസം ഫുഡ് ഉണ്ടാക്കാൻ കൂടും അങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാനാന്ന് പറഞ്ഞാണ്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ കുടുംബത്തിലോ അല്ലെങ്കിൽ അയൽപക്കത്തൊക്കെ ഉണ്ടാകുമ്പം നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ ഇപ്പോൾ നമ്മൾ യൂട്യൂബും ഇൻസ്റ്റയൊക്കെ തുടങ്ങിയപ്പം അങ്ങനെയും കുറേ ഓർഡറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കുറേ ഓർഡർ കിട്ടിയാണ്. ഇപ്പോൾ ഊട്ടിക്കൊക്കെ ടൂറ് പോകുന്ന ആളുകളൊക്കെ, നമ്മളവിടെ അല്ല കുറച്ച് വിട്ടുള്ള ആളുകളൊക്കെ ഫുഡ് നമുക്ക് ഓർഡർ തന്നത് അങ്ങനെ കേട്ടോ, ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിട്ട്. അപ്പം നമ്മൾ വർത്താനൊക്കെ പറയുന്നതിൻ്റെ ഇടയിലേ നമ്മൾ ബിരിയാണിയൊക്കെ ദമ്മിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു കല്ലൊക്കെ ദമ്മിന് വെച്ചിട്ടുണ്ട് കേട്ടോ ബാബു. പിന്നെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ നിസ്കാരവും കാര്യമൊക്കെ കഴിഞ്ഞ് 8 മണിക്കാട്ടോ നമുക്ക് ഈ ഒരു ഫുഡ് കൊടുക്കേണ്ടത്. പിന്നെ ആ ഒരു സമയത്ത് നമ്മൾ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലിയിരിക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ അതൊക്കെ ചൊല്ലിയോണ്ട് നിന്നുകൊണ്ടാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ഈ തൈരൊക്കെ പാത്രത്തിലാക്കലും അച്ചാറ് പാത്രത്തിലാക്കലും ഒക്കെ അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് ഫുഡൊക്കെ കൊടുക്കാനും പറ്റി. 8 മണിയായപ്പോഴത്തേന് നമ്മൾ വണ്ടിക്കാരൻ വന്നു, ഫുഡൊക്കെ കൊണ്ടുപോയി. അപ്പോൾ അവർ കഴിച്ചിട്ട് നല്ലൊരു റിസൾട്ടാട്ടോ നമ്മൾ ഫുഡിന് പറഞ്ഞത്. എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിനി പറഞ്ഞു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണല്ലോ. പിന്നെ നമ്മൾ ഇൻസ്റ്റയിൽ 10K ഫോളോവേഴ്സ് അടിച്ചിട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ.